ടേസ്റ്റി ആയിട്ടുള്ള കപ്പയും മീൻകറിയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല കപ്പയും മീൻകറിയുമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിനൊരു കപ്പ കിട്ടിയിട്ടുണ്ട്. ഞങ്ങൾ ചീനി എന്നാണ് പറയുന്നത്. ഇതിനെ നമുക്ക് പാകത്തിന് കഷ്ണങ്ങളാക്കി കഴുകിയെടുക്കണം. നമ്മൾ കപ്പ വേവാൻ ആവശ്യമായ വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് കപ്പ ഇട്ട് കൊടുക്കാം. കപ്പ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് അടച്ച് വെച്ച് നമ്മൾ വേവിച്ചെടുക്കാം. ആദ്യം നന്നായി തിളച്ച് പകുതി വെന്തതിന് ശേഷം ഈ കപ്പയിലെ വെള്ളം ഊറ്റിക്കളയണം. പിന്നീട് വീണ്ടും വെള്ളം ഒഴിച്ചു കൊടുത്ത് അല്പം മഞ്ഞൾപ്പൊടി കൂടെ ഇട്ട് കൊടുത്ത് ഒന്ന് തിളപ്പിച്ച് ഊറ്റിയെടുക്കണം. കപ്പ തിളച്ച് ഊറ്റിയെടുക്കുന്ന സമയം കൊണ്ട് നമുക്കതിനുള്ള അരപ്പ് തയ്യാറാക്കാം. ഇവിടെ തേങ്ങ, ജീരകം, കറിവേപ്പില, ഒരു 4 അല്ലി വെളുത്തുള്ളി, ഒരു 10 ചെറിയ കാന്താരി മുളക്, അപ്പോൾ ഇത്രയും എടുത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി നമ്മൾ രണ്ടാമത് വെള്ളം ഒഴിച്ച് തിളപ്പിക്കുന്ന സമയത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും ചേർത്ത് അരപ്പ് നന്നായി ഒന്ന് ചതച്ചെടുക്കണം. നമ്മുടെ അരപ്പ് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. കപ്പ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഒരു 2 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യത്തെ ഈ വെള്ളം ഊറ്റിയെടുക്കാം. ആദ്യത്തെ വെള്ളം മുഴുവനായി ഊറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് ആവശ്യത്തിന് ഉപ്പും ഇട്ട് വേവിച്ചെടുക്കുകയാണ്. രണ്ടാമത് നമ്മൾ വെള്ളം ഒഴിച്ച് ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് നമ്മൾ ഇളക്കി അടച്ച് വയ്ക്കുന്നുണ്ട്. ഇതിനി തിളച്ച് വരട്ടെ. നന്നായി വെന്തതിന് ശേഷം ഈ കപ്പ നമുക്ക് ഊറ്റിയെടുക്കണം. കപ്പ രണ്ടാമതൊഴിച്ച വെള്ളത്തിൽ നന്നായി തിളച്ച് വെന്ത് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഊറ്റിയെടുക്കാം. നമ്മുടെ ചീനി നന്നായി വെന്തുടഞ്ഞ് വന്നിട്ടുണ്ട്. ഇത് നല്ല ചീനിയായിരുന്നു, പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടി. ഇനി ഇത് അടുപ്പ് കത്തിച്ചൊരു പാനിലേക്ക് മാറ്റിയിട്ടുണ്ട്. നമ്മൾ അരച്ച് വെച്ചിരുന്ന അരപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അരപ്പ് കപ്പയോടൊപ്പം ഇട്ടിട്ടുണ്ട്. അതിനൊപ്പം തന്നെ കുറച്ച് വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് നന്നായി ഇളക്കി യോജിപ്പിക്കാം. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കപ്പ കുഴച്ചത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. നമ്മുടെ കപ്പ കുഴച്ചത് അങ്ങനെ റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള മീൻകറി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളിതെല്ലാവരും കഴിച്ച് നോക്കുക. അഭിപ്രായങ്ങൾ കമൻറ്റായി അറിയിക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള മീൻ കറി വെക്കുന്നതിൻ്റെ വീഡിയോ നേരത്തെ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ കണ്ടു നോക്കുക.